ആ പടവ് വരെ അങ്ങോട്ടിട്ടേ. ആ ഇതോടെ നശിക്കട്ടെ ചമ്പ്രയുടെ ദുഷ്കീർത്തി, ശകുനം. നിന്ന് കത്തട്ടെ. ദാ അസ്ഥിവാരം വരെ ചാമ്പലാവണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതും ഒരു ബ്രഹ്മഹത്യയാണ്. എല്ലാവരും മനസ്സിൽ അഷ്ടാക്ഷരി അങ്ങനെ ജപിച്ചോളുക. ഇനി ഒട്ടും അമാന്തം വേണ്ട, അതിനങ്ങിട്ട് അമർത്തുക. എന്താ ഇത് പൊട്ടാത്തെ? എന്താ എന്ത് പറ്റി നോക്കട്ടെ. മക്കളുടെ മൂഢത മാർപ്പാക്കണം. അത് ലൂസ് കോണ്ടാക്ട് ആയിരിക്കും. ഒന്ന് ഞെക്കി നോക്ക്. ഒരക്ഷരം വേണ്ടി പോരുത്. മണ്ട ഗണേശൻ, കണ്ണു തുറന്ന് നോക്ക്. അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്നത് കാണുന്നില്ലേ? എന്തോ വരാൻ പോകുന്നെന്ന് എന്റെ മനസ്സ് പറയുന്നു. സൂര്യശോഭയിൽ തെളിയുന്ന ദ്രോണ, നക്ഷത്ര കോടികൾ കഥിപനാം ദ്രോണ, ഉദയത്തിലോംകാര ശംഖമാം ദ്രോണ, ശരമാരിയാൽ ശിവനെ അർച്ചിച്ച ദ്രോണ. ഏതായി അവതാരം? 10 അവതാരങ്ങളും ആണുങ്ങളായിരുന്നു. ആണുങ്ങളെ കണ്ടിട്ടില്ലാത്ത മണിയങ്കോട്ടെ അച്ചിക്കോന്തന്മാർക്ക് പുരുഷ പ്രജകളെ കണ്ടാൽ കണ്ണിൽ ഇരുട്ട് കയർ പിച്ചും പേയും പറയും. മാധവൻ, പട്ടാഴി മാധവൻ. ഇയാളെന്തിനാ ഇങ്ങോട്ട് വന്ന? അച്ഛനും മക്കളും വെച്ച പടക്കൊന്തേ പൊട്ടിയില്ലേ? രാവിലെ ഇല്ലത്തുനിന്ന് ഇറങ്ങുമ്പോ നെല്ലൂർമനെ കാറ്റത്ത് ധൂളിയാക്കി പറത്തിക്കളയാമെന്ന് വ്യാമോഹിച്ചു അല്ലേ? എനിക്ക് നെല്ലൂർമനെ ഇതുപോലെ കാണണമെന്ന് മോഹമുണ്ടെങ്കിൽ അത് തടയാൻ മാത്രം പോന്നവരല്ല മണിയങ്കോട്ട മണ്ണുണ്ണികൾ. മാധവൻ, പട്ടാഴി മാധവൻ, പട്ടാഴി മാധവൻ നമ്പൂതിരി. ഭഗവാന്റെ തിടമ്പ് പോലെ ചൈതന്യമുള്ള പട്ടാഴി മാധവൻ എന്തിനാ തിടുക്കപ്പെട്ടിപ്പ് ഇങ്ങോട്ട് വന്നത്? മന വാങ്ങാനോ അതോ കുഞ്ഞുണ്ണിയുടെ കൊലയറ കാണാൻ? അഞ്ചു പ്രാണനും അലറിക്കരഞ്ഞപേക്ഷിച്ചാലും ഈ ദയന് ഞാൻ ആവർത്തിക്കില്ല. ഒരു ദിവസം അവസാനിപ്പിക്കും നിന്റെയൊക്കെ ധാർഷ്ട്യം ഞാൻ. പക്ഷേ അന്നും തീരില്ല എന്റെ വ്യസനം. അവനെ വിടുക. എന്താ വേണ്ടത് നിനക്ക്? എനിക്ക് വേണ്ടത് ഒന്നൊന്നായി ഞാൻ കൊണ്ടുപോകും. അതുവരെ കണ്ടുപോകരുതൊന്നിനെയും ഈ മുറ്റത്ത്. ഗുരുനാഥർ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോവാ മുറ്റത്തുനിന്ന്. നീ ആരാണ് അത് പറയാൻ? നെല്ലൂർ മനയുടെ ആധാരം തൊട്ടുപോകരുത് എന്റെ കുട്ടികളെ. അവരിൽ നിന്ന് കിട്ടിയാ കിട്ടിയതുപോലിരിക്കും. ജീവച്ഛവമായി കിടക്കാൻ എണ്ണപ്പാത്തികൾ ഇനിയുമുണ്ടല്ലോ മണിയങ്കോട്ട്. ആധാരം കാണണോ? നല്ല ഒറിജിനൽ ആധാരം കൈവശമുള്ള അവകാശിയെ കാണുമ്പോൾ ഉള്ളുകാളിൽ താഴെ വീഴരുത് മണിയൻകൊട്ടുകാരനവര്. ഷാരടി മാമേ, ഒന്ന് കാട്ടിക്കൊടുക്ക്.
നെല്ലൂർ മനയുടെ അവകാശി തുളസിമണി. മനസ്സിലായില്ലേ? നെല്ലൂർ ഹരിനാരായണന്റെ ഒരേ ഒരു മകൾ. ഗുപ്തൻ ഓർമ്മയില്ലേ ആ ദിവസം? അന്ന് ഹരിയുടെ തോളിലിരുന്ന 5 വയസ്സുകാരി പെൺകുട്ടിയെ ആർക്കും കൊടുത്തില്ല. മണിയങ്കോട്ട് സാവിത്രിയുടെ കണ്ണിപ്പോലും പെടാതെ ഇവളെ ഞാൻ ഷാരത്തെ അടുക്കളയിലിട്ട് വളർത്തി. ദുഷ്ടഗ്രഹങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും ഒളിപ്പിച്ചു. സൂക്ഷിച്ചു നോക്കി മുഖത്തേക്ക്. ഇത് ഹരിനാരായണന്റെ മകളല്ലെന്ന് പറയാൻ പറ്റുമോ ക്രമൂപ്പീന്? പറ്റില്ല. പാവം ഈ ശാരൻ. 7 സമുദ്രങ്ങൾക്കപ്പുറം ഒളിപ്പിച്ചിട്ടും നീ രക്ഷപ്പെട്ടില്ലല്ലോ മോളെ. എത്ര ആവാഹിച്ചിട്ടും സാവിത്രി ഇറങ്ങി വരാത്തതിന്റെ രഹസ്യം ഇപ്പൊ മനസ്സിലായി. കാത്തിരിക്കുക അവള്. ചെല്ല്, വലതുകാല് വെച്ചങ്ങട് കയറുക. ഈ തുളസിക്കതിരും സാവിത്രി പറിച്ച് തലേ ചൂടും. അതിനു മുമ്പ് സാവിത്രിയെ ചുട്ട് ഭസ്മമാക്കി നിങ്ങളുടെ നെറ്റിയിൽ ചാർത്തിയിട്ടുണ്ടാവും മാധവൻ. പഞ്ചഭൂതങ്ങളും അഷ്ടദിക്കുകളും 5 സ്വരൂപത്തിൽ വാഴുന്ന ഈശ്വരൻ സാക്ഷി. ഇന്ന് തുടങ്ങും നിന്റെയൊക്കെ രാപ്പനി. പോ, ചെന്ന് രാശി വെച്ച് നോക്ക്. നിന്റെയൊക്കെ ലഗ്നത്തിലും ചന്ദ്രനിലും മൃത്യു നിറഞ്ഞു നിൽപ്പുണ്ടാവും. പോ, വന്ന വഴിക്ക് പോകാൻ. മക്കൾക്ക് അച്ഛൻ വഴികാട്ടി കൊടുക്ക. ആഴമറിയാത്ത ചുഴിയിലേക്ക് കാലെടുത്ത് വെച്ചു ഈ അച്ഛനും മകനും. ഇപ്പൊ കുട്ടനും ശാരടി മാമ മടങ്ങിക്കോളൂ. കുട്ടേട്ടൻ 4 ദിവസം കൊണ്ട് ഇതൊരു മനുഷ്യാലയമാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കും. അതിന് സാധിച്ചാൽ മാത്രം പട്ടാഴിക്ക് മടങ്ങും. അല്ലെങ്കിൽ എനിക്ക് ചിത കൂട്ടാൻ കിഴക്കേത്തൊടിയിലെ മാവ് പോലും വെട്ടരുതെന്ന് അമ്മയോട് പറയണം. ശവം പാഴ്വിറക് കൂട്ടി അതിലിട്ട് കത്തിച്ചു കളയണം. ബ്രാഹ്മണ ഭൂമിക്ക് ശുഭ്രനിറവും നെയ്യിന്റെ ഗന്ധവും ഉണ്ടാകും. ക്ഷത്രിയ ഭൂമി ചുവന്നതും ചോരയുടെ ഗന്ധമുള്ളതും. വൈശ്യഭൂമിക്ക് ക്ഷാരഗന്ധമുണ്ടാകും. കറുത്തതും ശ്മശാനത്തിന്റെ ഗന്ധം വമിക്കുന്നതുമായ ഭൂമി ശൂദ്രഭൂമി, പ്രേതഭൂമി. എന്റെ പഴനി മുരുക, കൊള്ളാം. ഉളിയന്നൂർ തച്ചൻ മണ്ണും മരവും കൊണ്ടെഴുതിയ കവിത. ഭൂമിയിലൊരു തച്ചന് 8 തരം ഗ്രഹങ്ങൾ പണിയാം. അതെ, എന്തോ ലക്ഷണം കണ്ടിട്ട് നെല്ലൂർ മന ഏതിനത്തിൽപ്പെടും? ഹിരണ്യനാഥം, സിദ്ധാർത്ഥം, സുക്ഷേത്രം ഏത്? തെക്കിനി, പടിഞ്ഞാറ്റ, വടക്കിനി, കിഴക്കിനി. 4 ചേർന്ന് നിൽക്കുന്നത് യമശൂർപ്പമല്ല, തീർച്ച. യമദൈവതം മരണം മാത്രം പ്രദാനം ചെയ്യും. അമ്പട തച്ച.
പറയടി. ശരവണ, പഴനിയിൽ ആറാടിയ ഭസ്മവും പഞ്ചാമൃതവും ഉണ്ട്. ഒന്നും ഭയപ്പെടണ്ട, അടുക്കില്ല ധാത്രി. തിരുത്തും. എഴുതിയവനെ കൊണ്ട് തന്നെ ഈ കവിത ഞാൻ തിരുത്തിക്കും. സന്ധ്യയ്ക്ക് മുമ്പേ ഉളിയന്നൂർ തച്ചന്റെ തന്നെ താവഴിയിൽ ഒരുത്തൻ ചെമ്പറയിലെത്തും. സ്റ്റോപ്പ് എന്നുവെച്ചാ നിർത്തുക. ആരാ? ഓ, ആശാരിമാരാണല്ലേ. ഇതിനു മുമ്പ് ഈ അങ്ങാടി കണ്ടിട്ടില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ? അത് മതി. താടിയ കുപിതനാണല്ലേ? അല്ല, യു രഘൂത്തമൻ. പണി അന്വേഷിച്ചു വന്നതായിരിക്കും. താൻ ഞങ്ങൾക്ക് പണി തരണ്ട. ചെമ്പറയിൽ എന്റെ ഗുരുനാഥനുണ്ട്. അവിടേക്കുള്ള വഴി പറഞ്ഞു തരൂ. ചോരകണ്ണ. മര്യാദ കെട്ടവരെ, നിനക്ക് വിഷഹാരി അറിയില്ല. വിഷ ഊതി കയറ്റാനും ഊതി ഇറക്കാനും ഒരു നിമിഷം വേണ്ടിരിക്കെ. വിഷരാജനാ ഞാൻ. നിലവിളിച്ച് മരിക്കാതിരിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരു വിഷഹാരി. തനിക്ക് വിഷ ഊതി ഇറക്കാനേ അറിയാവൂ, തുപ്പാൻ അറിയില്ല. അച്ചോ, ആശാനെ കടിക്കാത്ത പാമ്പ് ഏതൊക്കെ? ചത്ത പാമ്പും കടിക്കില്ല, ഫോട്ടോയിൽ കാണുന്നതും കടിക്കില്ല. പാമ്പല്ല, മീന. ആശാനെ കടൽ പാമ്പിനെയും കരപ്പാമ്പിനെയും കണ്ട എങ്ങനെ തിരിച്ചറിയാം? പാമ്പിനെ പിടിച്ച് വെറുതെ നക്കി നോക്കുക. ഉപ്പുരസം ഉണ്ടെങ്കിൽ അത് കടൽ പാമ്പ്. ഏഭ്യൻ. ഇത് കാടോ അതോ വീടോ? രണ്ടായാലും നല്ല തടിക്കോളുണ്ട്. ഇതോടെ നമ്മുടെ അരിഷ്ടതകളൊക്കെ അങ്ങോട്ട് നീങ്ങാൻ പോവാ. നമ്മുടെ അല്ല, നിന്റെ. പട്ടാഴി നമ്പൂതിരി പണിക്ക് വിളിച്ചത് നിന്നെ അല്ല, ഇന്നെയാ. പോഴൻ. ഇനി മേലാൽ മൂക്കിലിരുന്ന് മൂളിയാൽ ചിന്തേരിട്ട് കളയും ഞാൻ. എന്തോ ആരോ വിളിച്ചു എന്ന് തോന്നുന്നു. വരിക. അയ്യോ ആശാനെ, മുള്ള്. ഇവിടെ വെച്ച് വേണ്ട, അങ്ങോട്ട് മാറി നിന്ന് മുള്ളുക. അതല്ല, കാലി മുള്ള്. കാലിലെങ്ങനെ മുള്ളിയാ കൊന്നു കളയും ഞാൻ. ആശ വരിക. ആശാനെ, ഒരു ശ്മശാന മൂകത. ഇവിടെ ആരും ഇല്ലേ? ഞാനിവിടെ നിൽക്കുന്നത് കണ്ടൂടാടാ തെണ്ടി. അതിപ്പോ ഞാൻ അവിടെ ആരും ഇല്ല. എന്നാ അവിടെ ആരും ഇല്ലെന്ന് ചോദിക്കാം. അവിടെ ആരും ഇല്ലേ? നോക്ക നക്കാനോ? എന്തോ തിന്നാൻ കൊണ്ടുവരുവാ. ഉണ്ണിയപ്പോണെങ്കിൽ ഞാൻ എടുക്കും. മനസ്സിലായില്ല. അന്തപുരത്തിലെ അമ്മച്ചിയുടെ പേരെന്താ? ഞാൻ അനന്തൻ. ഞാൻ അനന്തനോ? അനന്ത പത്മനാഭൻ. അമ്മച്ചയല്ല. എന്നാൽ അകത്തേക്ക് പോയി പറയാ, ഉളിയന്നൂർ ആശാരി വന്നിരിക്കണൂന്ന്. വെറും ആശാരിയല്ല, മൂത്താശാരി. അത്ര മൂത്തിട്ടൊന്നും ഇല്ല. നല്ല അരളി പൂത്ത മണം. അരളിപൂത്ത മണമല്ല, പിന്നെ അവിടെ ആണലി പെറ്റെടുത്ത മണോ. എന്താ കാണുന്ന? അയ്യോ പാമ്പ്, നീ അങ്ങോട്ടോട്, ഞാൻ എങ്ങോട്ടെങ്കിലും ഓടാം. വടക്കിന് കൂടാതെ മറ്റു ഗ്രഹങ്ങൾ ഉണ്ടായാൽ അതിനെ ഹിരണ്യനാഭി എന്ന് പറയും. ഇത്തരം ഭവനങ്ങളിൽ പാർത്താൽ സർവൈശ്വര്യങ്ങളും ധനപുഷ്ടിയുമാണ് ഫലം. പക്ഷേ നമുക്ക് അധ്വാനിക്കേണ്ടി വരും. പാമ്പ് വേലാതിന്റെ വീട്ടിലേക്കാണ് പണിക്ക് വിളിച്ചതെന്ന് അറിയില്ലായിരുന്നു. അമ്മായി അമ്മ പെറ്റ് കിടക്കുന്ന പോലല്ല ആണല്ലേ പെറ്റ് കിടക്കുന്ന കാര്യം പറയുന്നേ. സ്വാമി ഉളിയന്നൂർ തച്ച് എന്ന് പറയും. ഉളിയന്നൂർ തച്ചൻ ഉളി പിടിക്കുമ്പോൾ കൈവിറയ്ക്കോ? ഇല്ല, ഉളി വിറയ്ക്കും. ആരോടാണോ നിന്റെ തമാശ? ആദി, ഉളിയന്നൂർ തച്ചന്റെ താവഴിക്ക് വികടത്തം പൈതൃക സ്വത്താണ്. അതിന് ഈ ഭൂമി മലയാളത്തിൽ മരുന്നില്ല. നിന്നെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വിളിപ്പിച്ചത്. എന്തിനാണാവോ? മന്ത്രങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ തെറ്റാതെ ചൊല്ലാൻ അറിയാമോ? അറിയാമോന്ന്. തെറ്റു പറ്റിയാൽ 100 ആവർത്തി ഇമ്പോസിഷൻ എഴുതിക്കോളാവേ.